JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് എടുക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് എയ്ഡ് എന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഏതാണ്? ഫസ്റ്റ് എയ്ഡ് എന്നതിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡ് എന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അതാർക്കും അറിയാൻ സാധിക്കില്ല എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, അടിയന്തര അവസ്ഥയിൽ ജീവൻ രക്ഷിക്കുക. അതാണല്ലേ ഫസ്റ്റ് എയ്ഡിന്റെ പ്രധാന ലക്ഷ്യം. എന്താണ്? അടിയന്തര അവസ്ഥയിൽ ജീവൻ രക്ഷിക്കുക. ഫസ്റ്റ് എയ്ഡിന്റെ പ്രധാന ലക്ഷ്യം ജീവൻ രക്ഷിക്കുകയും അവസ്ഥ വഷളാകുന്നത് തടയുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കണം, ഫസ്റ്റ് എയ്ഡ് എന്നതിന്റെ പ്രധാന ലക്ഷ്യം ജീവൻ രക്ഷിക്കുകയും അവസ്ഥ വഷളാകുന്നത് തടയുകയും ചെയ്യുകയാണ്. മിൽമ ഫാക്ടറിയിൽ ഫസ്റ്റ് എയ്ഡിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? മിൽമ ഫാക്ടറിയിൽ ഫസ്റ്റ് എയ്ഡിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, അപകടത്തിന് ശേഷം ഉടൻ ജീവൻ രക്ഷിക്കുക. അപകടത്തിന് ശേഷം ഉടൻ ജീവൻ രക്ഷിക്കുക. അതായത് ഫസ്റ്റ് എയ്ഡ് അടിയന്തര സാഹചര്യത്തിൽ ജീവൻ രക്ഷിക്കുകയും അവസ്ഥ മോശമാകുന്നത് തടയുകയും ചെയ്യുന്നതാണ്. ഫസ്റ്റ് എയ്ഡ് അടിയന്തര സാഹചര്യത്തിൽ ജീവൻ രക്ഷിക്കുകയും അവസ്ഥ മോശമാകുന്നത് തടയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ മിൽമ ഫാക്ടറിയിൽ ഫസ്റ്റ് എയ്ഡിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അപകടത്തിന് ശേഷം ഉടൻ ജീവൻ രക്ഷിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറി പ്ലാന്റിൽ മെഷീൻ മൂലം കൈക്ക് പരിക്കേറ്റാൽ ആദ്യം ചെയ്യേണ്ടത്? ഡയറി പ്ലാന്റില് മെഷീൻ മൂലം കൈക്ക് പരിക്കേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, മെഷീൻ ഉടനെ ഓഫ് ചെയ്യുക. ഡയറി പ്ലാന്റിൽ മെഷീൻ മൂലം കൈക്ക് പരിക്കേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മെഷീൻ ഉടനെ ഓഫ് ചെയ്യുക. മിൽമ ബോയിലർ സെക്ഷനില് പൊള്ളലേറ്റാൽ ശരിയായ ഫസ്റ്റ് എയ്ഡ്? മിൽമ ബോയിലർ സെക്ഷനിൽ പൊള്ളലേറ്റാൽ ശരിയായ ഫസ്റ്റ് എയ്ഡ് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, തണുത്ത വെള്ളം ഒഴിക്കുക. മിൽമ ബോയിലർ സെക്ഷനില് പൊള്ളലേറ്റാൽ, അതായത് സ്റ്റീം ബേണില് ശരിയായ ഫസ്റ്റ് എയ്ഡ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചെയ്യേണ്ടത്? തണുത്ത വെള്ളം ഒഴിക്കുക. ഇലക്ട്രിക്കൽ ഷോക്കേറ്റ ജീവനക്കാരനെ രക്ഷിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇലക്ട്രിക്കൽ ഷോക്കേറ്റ ജീവനക്കാരനെ രക്ഷിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ഇലക്ട്രിക്കൽ ഷോക്കേറ്റ ജീവനക്കാരനെ രക്ഷിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടതാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അമോണിയ ലീക്ക് മൂലം ശ്വാസതടസ്സം വന്നാൽ ആദ്യം ചെയ്യേണ്ടത്? അമോണിയ ലീക്ക് മൂലം ശ്വാസതടസ്സമൊക്കെ ഉണ്ടായാൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, തുറന്ന വായുവിലേക്ക് മാറ്റുക. അമോണിയ ലീക്ക് മൂലം ശ്വാസതടസ്സം വന്നാൽ ആദ്യം തുറന്ന വായുവിലേക്ക് മാറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറി പ്ലാന്റിൽ സ്ലിപ്പ് ചെയ്ത് വീണ് അസ്ഥിഭംഗം സംശയിക്കുമ്പോൾ, ഡയറി പ്ലാന്റിലൊക്കെ സ്ലിപ്പ് ചെയ്ത് വീഴുന്ന അവസരത്തിൽ അസ്ഥിഭംഗം സംശയിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഭാഗം അനക്കാതെ വയ്ക്കുക. ഡയറി പ്ലാന്റിലൊക്കെ സ്ലിപ്പ് ചെയ്ത് വീണ് അസ്ഥിഭംഗം സംശയിക്കുന്ന അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രസ്തുത ഭാഗം അനക്കാതെ വയ്ക്കുക. അതാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തസ്രാവം കൂടുതലായാൽ മിൽമ പ്ലാന്റിൽ ശരിയായ നടപടി? രക്തസ്രാവം കൂടുതലായാൽ മിൽമ പ്ലാന്റിൽ ശരിയായ നടപടി? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? മുറിവിന് നേരിട്ട് സമ്മർദ്ദം നൽകുക. മുറിവിന് നേരിട്ട് സമ്മർദ്ദം നൽകുക. രക്തസ്രാവം കൂടുതലായാൽ മിൽമ പ്ലാന്റിൽ ശരിയായ നടപടി എന്താണ്? മുറിവിന് നേരിട്ട് സമ്മർദ്ദം നൽകുക. കെമിക്കൽ ക്ലീനിങ് ഏജന്റുകൾ കണ്ണിൽ പതിച്ചാൽ, കെമിക്കൽ ക്ലീനിങ് ഏജന്റുകൾ കണ്ണിൽ പതിച്ചാൽ 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കെമിക്കൽ ക്ലീനിങ് ഏജന്റുകൾ കണ്ണിൽ പതിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ധാരാളം വെള്ളത്തിൽ അത് കഴുകുക. ധാരാളം വെള്ളത്തിൽ കഴുകുക. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ ഫാക്ടറിയിൽ ബോധരഹിതനായെങ്കിലും
ശ്വാസം എടുക്കുന്ന ജീവനക്കാരനെ, മിൽമ ഫാക്ടറിയിൽ ബോധരഹിതനായെങ്കിലും ശ്വാസം എടുക്കുന്ന ജീവനക്കാരനെ എന്താണ് ചെയ്യേണ്ടത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, റിക്കവറി പൊസിഷനിൽ കിടത്തുക. മിൽമ ഫാക്ടറിയിൽ ബോധരഹിതനായിട്ടുണ്ടെങ്കിലും ശ്വാസം എടുക്കുന്ന ജീവനക്കാരൻ എന്താണ് ചെയ്യുന്നത്? റിക്കവറി പൊസിഷനിൽ കിടത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, CPR നൽകേണ്ട സാഹചര്യം ഏത്? ഈ CPR നൽകുന്നതിനെ കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് നൽകേണ്ട സാഹചര്യം ഏതാണ്? ശ്വാസവും ഹൃദയമിടിപ്പും ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? CPR നൽകണം അല്ലേ? CPR നൽകേണ്ട സാഹചര്യം ഏതാണ്? ശ്വാസവും ഹൃദയമിടിപ്പും ഇല്ലെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഫാക്ടറിയിലെ ഫസ്റ്റ് എയ്ഡ് നൽകുന്നയാൾ ആദ്യം ഉറപ്പാക്കേണ്ടത്, ഈ ഫാക്ടറിയിലൊക്കെ ഫസ്റ്റ് എയ്ഡ് നൽകുന്നയാള് ആദ്യം ഉറപ്പാക്കേണ്ടത് എന്താണ്? സ്വന്തം സുരക്ഷയാണ് അല്ലേ? ഫാക്ടറിയിൽ ഫസ്റ്റ് എയ്ഡ് നൽകുന്നയാൾ ആദ്യം ഉറപ്പാക്കേണ്ടത് എന്താണ്? സ്വന്തം സുരക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത്, എല്ലാവർക്കും ഫസ്റ്റ് എയ്ഡ് ബോക്സിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതായിരിക്കും. എന്നാൽ മിൽമയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് എന്താണെന്ന് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവില്ല അല്ലേ? എന്താണ് ഉണ്ടായിരിക്കേണ്ടത്? ബാൻഡേജ്, ആന്റിസെപ്റ്റിക് ഗ്ലൗസ് എന്നിവ മിൽമ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൂളഡ് ഏരിയയിൽ ജോലി ചെയ്യുമ്പോൾ ഹൈപ്പോതെർമിയ ലക്ഷണം, ലക്ഷണം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, വിറയൽ, ബോധക്ഷയം. കൂളഡ് ഏരിയയിൽ ജോലി ചെയ്യുമ്പോൾ ഹൈപ്പോതെർമിയ ലക്ഷണം, വിറയൽ, ബോധക്ഷയം. അടുത്ത ക്വസ്റ്റ്യൻ, അമോണിയ ലീക്കുള്ള സ്ഥലത്ത് ഫസ്റ്റ് എയ്ഡ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? PPE ഉപയോഗിച്ചാണ് പ്രവേശനം അല്ലെ? PPE ഉപയോഗിച്ചാണ് പ്രവേശനം. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ പ്ലാന്റിൽ എമർജൻസി സമയത്ത് പ്രധാനമായും പിന്തുടരേണ്ടത്, എന്താണ്? പ്രധാനമായും പിന്തുടരേണ്ടത് സുരക്ഷാ നടപടികള്. മിൽമ പ്ലാന്റിൽ എമർജൻസി സമയത്ത് പ്രധാനമായും പിന്തുടരേണ്ടതാണ് സുരക്ഷാ നടപടികള്. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് എയ്ഡ് പരിശീലനം മിൽമ ജീവനക്കാർക്ക് ആവശ്യമായത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അപകട സമയത്ത് ഉടൻ പ്രതികരിക്കാൻ. ഇപ്പോൾ അപകടമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉടനടി അത് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എയ്ഡ് പരിശീലനം മിൽമക്കാർക്ക് ആവശ്യമായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറി പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായാൽ പരിക്കേറ്റയാളെ രക്ഷിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്ത്? ഡയറി പ്ലാന്റിലൊക്കെ തീപിടുത്തമൊക്കെ ഉണ്ടായാൽ പരിക്കേറ്റയാളെ രക്ഷിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുക. എന്താണ് ചെയ്യേണ്ടത്? സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് എയ്ഡ് നൽകുമ്പോൾ പാടില്ലാത്തത് ഏത്? ഫസ്റ്റ് എയ്ഡ് ഒക്കെ നൽകുന്ന അവസരത്തിൽ പാടില്ലാത്തത് ഈ 4 ഓപ്ഷനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അനാവശ്യമായ പരിക്ക് അനക്കുക. അത് ഫസ്റ്റ് എയ്ഡ് നൽകുമ്പോൾ പാടില്ലാത്ത ഒരു കാര്യമാണ്. എന്താണ്? അനാവശ്യമായ പരിക്ക് അനക്കുക. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അടുത്ത്, മിൽമ പ്ലാന്റിലെ എമർജൻസി നമ്പറുകൾ 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? മിൽമ പ്ലാന്റിലെ എമർജൻസി നമ്പറുകൾ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ പ്രദർശിപ്പിച്ചിരിക്കണം അല്ലെ? മിൽമ പ്ലാന്റിലെ എമർജൻസി നമ്പറുകൾ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ പ്രദർശിപ്പിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമയിൽ ഫസ്റ്റ് എയ്ഡ് ഒരു ഡാഷ് ആണ്. എന്താണ് മിൽമയിൽ ഫസ്റ്റ് എയ്ഡ്? മിൽമയില് ഫസ്റ്റ് എയ്ഡ് ഒരു നിർബന്ധിത സുരക്ഷാ നടപടിയാണ്. അപ്പോൾ മിൽമയില് ഫസ്റ്റ് എയ്ഡ് ഒരു നിർബന്ധിത സുരക്ഷാ നടപടിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.